തൃക്കടേരി ഗ്രാമപഞ്ചായത്ത് ബഡ് സ്കൂളിന് പുതിയ കെട്ടിടം 40 ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം പി.കെ. ശ്രീകണ്ഠൻ എം.പി. നിർവഹിച്ചു. കിഴൂർ റോഡ് ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. സ്കൂള് നമ്മുടെ കുട്ടികളൊക്കെ പഠിക്കുന്നതാണ്. ആരോഗ്യ കേന്ദ്രം എന്ന് പറഞ്ഞാൽ അതൊക്കെ എല്ലാവർക്കും ഉള്ളതാണ്. ചെർപ്പളശ്ശേരി നിങ്ങളുടെ തൊട്ടടുത്ത ആശുപത്രിയിൽ 1 കോടി രൂപയുടെ MP ഫണ്ട് ചെലവഴിച്ചുള്ള പുതിയ കെട്ടിട നിർമ്മാണത്തിന്റെ ഉദ്ഘാടനമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. ഒരു ജനപ്രതിനിധിക്ക് അത്തരത്തിലുള്ള കാഴ്ചപ്പാട് വേണമെന്നാണ് എൻ്റെ പക്ഷം. കോവിഡ് വന്ന സമയത്ത് പാലക്കാട് ജില്ലയിൽ ഒരുപാട് ജനപ്രതിനിധികളുണ്ട്. ആദ്യം കോവിഡ് വന്ന സമയം ജില്ലാ ആശുപത്രിയിലാണ് ഇവരേക്ക് നോക്കാൻ കഴിയുള്ളൂ എന്ന് കലക്ടറും ഞാനും ജനപ്രതിനിധികളൊക്കെ അടങ്ങുന്ന DMO അടങ്ങുന്ന ഒരു സംഘം ജില്ലാ ആശുപത്രിയിൽ പോയി സന്ദർശിച്ചു. ഈ കോവിഡ് വന്ന എന്താ സംഭവിക്കുകയെന്ന് അന്ന് ആർക്കും അറിയില്ല. പക്ഷെ അന്ന് വിദഗ്ധരായ ഡോക്ടർമാർ പറഞ്ഞു ശ്വാസ തടസ്സമാണ് ഉണ്ടാക്കുക, ശ്വാസം കിട്ടാണ്ട് ഓക്സിജൻ കിട്ടാണ്ട് ആളുകൾ മരണപ്പെടുന്നൊരവസ്ഥ ഉണ്ടാവും. കാരണം വിദേശങ്ങളിൽ നിന്നൊക്കെ വീഡിയോ ഒക്കെ ഇറങ്ങി ശ്വാസം കിട്ടാതെ ആളുകൾ മരിക്കുന്നു. അപ്പൊ അതിനെന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ വെന്റിലേറ്ററാണ് വേണ്ടത്. അപ്പൊ പാലക്കാട് ജില്ലാ ആശുപത്രി പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠന്റെ 2022-23 സാമ്പത്തിക വർഷത്തെ MP ലാൻഡ് ഫണ്ടിൽ നിന്നും 40 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഇതിന്റെ ശിലാസ്ഥാപനമാണ് നടന്നത്. കിഴൂർ റോഡുള്ള സർക്കാർ ആയുർവേദ ഡിസ്പെൻസറിക്ക് സമീപത്താണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി L. വിനയൻ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A.P. ലതിക അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ്, ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം S. അശ്വതി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OK. മുസ്തഫ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ M.K. സാഹിറ, K. മണികണ്ഠൻ, P. ജയലക്ഷ്മി, ജില്ലാ പഞ്ചായത്ത് അംഗം അബ്ദുൽ ഖാദർ എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. CCN ചെർപ്പുളശ്ശേരി.